ഹലോ ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. സമയം ഇപ്പോൾ രാവിലെ ഒരു 8:30 മണിയായി കേട്ടോ. നമുക്ക് ചില ദിവസങ്ങൾ പക്ഷേ ഇന്ന് രാവിലെ ഞാൻ കുളിച്ചു ഫ്രഷായിട്ടൊക്കെ ഇരിക്കുകയാണ്. ചില ദിവസങ്ങൾ നമുക്ക് ഓഫ് ഡേ ആയി പോവും, മനസ്സ് ഓഫിലായി പോവും. അതുപോലൊരു ദിവസമാണ് എനിക്കിന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ചായ കുടിച്ചു, ഉമ്മാക്കൊക്കെ ചായ കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമുണ്ട്, ഉരുളക്കിഴങ്ങ് കറിയാക്കാന്ന് കരുതി. പക്ഷെ ഇന്നൊരു വീഡിയോ, എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ച കുറച്ച് കൊഞ്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് മനസ്സിനൊരു ഒരു സുഖക്കുറവ് പോലെ തോന്നുന്നു. പുറത്തൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ, രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ പുറമേലിപ്പം എല്ലാ മനുഷ്യരും നമുക്ക് ഫോട്ടോകൾ കാണുമ്പോഴത്തേക്ക് ചിരിച്ച മുഖമുള്ള ഫോട്ടോകൾ ഒക്കെ ഒരുപാട് ഫേസ്ബുക്കിൽ മറ്റൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കരുതും ഓൾമോസ്റ്റ് ഇല്ല അവരുടെ എല്ലാ ജീവിതം ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെ എല്ലാ ഫോട്ടോകൾക്കും കാണും അവരുടെ പിന്നിൽ ഒരു അൺടോൾഡ് സ്റ്റോറി എന്ന് ഞാൻ ഒരിക്കലും എവിടെ വായിച്ചിട്ടുള്ളതുപോലെ. നമ്മുടെ ചിരിച്ച മുഖമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ എനിക്കെൻ്റെ അനുഭവം പറയാണ്. പക്ഷേ 98% ആൾക്കാർ അങ്ങനെ തന്നെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ, കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ ജീവിതത്തിൽ, പ്രോബ്ലംസ് ഇല്ലാത്തവരാരുമില്ല. അതുപോലെയുള്ള കുറേ കുഞ്ഞു വിഷമങ്ങളും എന്താ പറയേണ്ടത്, സങ്കടങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാനും. അതിൽ നിന്നൊക്കെ ഇതിന് വേണ്ടി ഒരു ഡൈവേർഷൻ, എന്തിലെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആവാമെന്ന് കരുതിയിട്ട് മാത്രമോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷെ ചില ദിവസങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ആ മൂഡ് ഓഫിലോട്ടും കൊണ്ടുപോകും. പക്ഷെ ഞാൻ മാക്സിമം തിരിച്ചു വരാൻ നോക്കും കേട്ടോ. എന്തായാലും തിരിച്ചു വരാം, നമ്മളങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ലഞ്ച് കോംബോ, ഓക്കെ, ഒരു ലഞ്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇരിക്കുന്ന കൊഞ്ചാണല്ലോ, കൊഞ്ച് വെച്ചിട്ട് നല്ലൊരു കൊഞ്ച് തീയലും അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ തന്നെ മനസ്സിനെ റെഡിയാക്കി എടുത്തേ പറ്റൂ, എങ്കിലേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ റെഡിയാക്കി എടുക്കാൻ ഞാൻ ചെയ്ത ഒരു മാർഗങ്ങളിലൊന്നാണ് യൂട്യൂബ് ചാനലെന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നും കേട്ടാ. ചില വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര എഫേർട്സ് എടുത്ത് ചെയ്തിട്ടും എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയല്ലായ്ക ആയിട്ടാണോ, എൻ്റെ വ്യൂവേഴ്സൊക്കെ കുറവാണല്ലോ എന്നൊരു വിഷമം തോന്നും. പിന്നെ ഞാൻ കരുതും അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിൻ്റെ എഫേർട്സിനുള്ള പ്രതിഫലം നമുക്ക് വൈകിയായാലും കിട്ടിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ കത്തിയടിച്ച് രാവിലെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനു മുന്നേ പറയുകയാണ്, എൻ്റെ ചാനൽ സനാമാസ് ലിറ്റിൽ വേൾഡ് മനസ്സിലായോ, ഒരു നിർണായക ഘട്ടത്തിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കുക്കിംഗ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗണും നമ്മുടെ സിറ്റുവേഷനൊക്കെ വളരെ മോശമായതുകൊണ്ടാണ് ഞാൻ വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കുക. മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ബൈ. അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കണ്ടോ. ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഒരു കപ്പയുടെ രീതി അറിയാം, അതിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുക. ഇത് ഒരു വിസിൽ കേൾക്കേണ്ട ആവശ്യമുണ്ട്. അത് വീട്ടിൽ പിടിച്ച കപ്പയാണ്. ഇതിനെ നമുക്ക് ഇതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉടച്ചിറക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം, കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാവും, ആ ഒരു ഫ്ലേവർ കിട്ടും. പക്ഷേ കറിവേപ്പില എൻ്റെ കയ്യിലില്ല. ലാസ്റ്റ് വല്ലതും എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിക്കാം. നല്ലതുപോലെ വെന്ത കപ്പയാട്ടോ, നാടൻ കപ്പയാണ്, സൂപ്പറാട്ടോ സംഭവം. ഇത് നമ്മളിങ്ങനെ പച്ചമുളക് ഒരുപാട് ചതയ്ക്കാതെ ഇങ്ങനെ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വെച്ച് നോക്കുക. ഓക്കെ, നമ്മുടെ കൊഞ്ച് തീയലിനുള്ള തേങ്ങ വറുക്കുന്നത് പ്രോസസ്സിംഗ് ആണ്. തേങ്ങ വറുക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള
കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പപ്പായ പുളിയുടെ ആ റെസിപ്പി ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അന്ന് ഞാൻ അതിൽ കുരുമുളക് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിലൊരു 5-6 കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ബ്രൗൺ കളറാവുന്ന പോലെ വറുത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് എടുത്ത് നമുക്ക് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ച് എങ്ങനെയാണ് നമ്മുടെ തീയൽ, പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. നമ്മുടെ രീതിയിൽ, എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൊഞ്ച് തീയലിനായിട്ട് ഞാനൊരു മൺചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയുടെ വലിപ്പം കണ്ടോ? ഇത്രയും വലിപ്പമുള്ള ചട്ടിയിലൊന്നും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു കറിയും വെച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഞാൻ വെക്കുന്ന എല്ലാം കുഞ്ഞു കുഞ്ഞു ചട്ടികളല്ലേ. ഈ ചട്ടി ഭയങ്കര നൊസ്റ്റാൾജിക് ചട്ടിയാണ്. നമ്മുടെ ഇവിടുത്തെ അദ്ദേഹം, അതായത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന സമയത്ത് ആണ് ഞാൻ ഓൾമോസ്റ്റ് ഈ ചട്ടി ഉപയോഗിക്കാറ്. അപ്പം നമുക്ക് മെമ്പേഴ്സ് കൂടുതലാവുമല്ലോ, അപ്പോഴേ തികയത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഞാൻ ഈ ചട്ടി എടുക്കാറുള്ളൂ. പിന്നെ ഇന്ന് ഈ കൊഞ്ച് തീയൽ 2 ദിവസത്തേക്ക് കൂടി ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചട്ടി എടുത്തത്. അപ്പോൾ നമുക്ക് പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക് കൂടി ആഡ് ചെയ്യുക. ഈ സമയത്തും കറിവേപ്പില മിസ്സിങ് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ കൊഞ്ച് തീയലിനായിട്ട് ഞാൻ ഇത്രയും സംഭവങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് പടവലങ്ങയുണ്ട്, കത്തിരിക്കയുണ്ട്, ഒരു വലിയൊരു തക്കാളി, ഒരു 5-6 വെണ്ടയ്ക്ക, ഒരു 3-4 പച്ചമുളക്. ഓക്കെ, ഇതിനെ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ടൈമിൽ 4-5 വെളുത്തുള്ളി ചതച്ചോ സ്ലൈസാക്കിയോ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, ഓപ്ഷണലാണ്. ഞാൻ ഇവിടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൊഞ്ച് കറിയിൽ മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു കത്തിരിക്ക കണ്ടിട്ട് അത്ര ശരിയല്ലാന്ന് തോന്നുന്നു, അങ്ങനെ മാറ്റാം. ഓക്കെ, നല്ല രസമല്ലേ ഇങ്ങനെ പച്ചയും പല കളേഴ്സിലുള്ള വെജിറ്റബിൾസ് ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ. ഞാൻ അടുത്ത പ്രോസസ്സിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും കൊഞ്ച ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ വാഷ് ചെയ്ത്, അറിയാലോ വാഷ് ചെയ്യുന്ന രീതിയൊക്കെ. ഈ നടുക്ക് ഉള്ള വരുന്നതൊക്കെ കളയുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം. അതിന് നടുക്കുള്ള ഒരു കറുത്ത ഒരു വരമ്പ് പോലത്തെ സംഭവമായിരിക്കും, അതിനെ എടുത്ത് കളയുക. എന്നിട്ട് ഈ കൊഞ്ചിനെ നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇടുക. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് നമ്മുടെ ഈ മലക്കറിയുടെ കൂട്ടിനെയും നമ്മളെ കുഞ്ചൂസിനുകളെയും ഒരുമിച്ച് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം തന്നെ നമുക്ക് ഇതിൽ ഒരു ആളിനെ കൂടി ചേർക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അടുത്തതായി വരേണ്ട ആളാണ് ഇദ്ദേഹം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുറഞ്ഞ സിമ്മിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഓക്കേ, അതിനുശേഷം നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വേറെ അടുത്തതൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടിനെ നല്ലതുപോലെ ഫൈനാക്കി അരച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആഡ് ചെയ്യുക. എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണാൻ കളർഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഈ സമയം ഏകദേശം നമ്മളെ കൊഞ്ചക്ക പുളിവെള്ളത്തിലും ആ വെജിറ്റബിൾസും എല്ലാം പുളിവെള്ളത്തിലൊക്കെ നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞു. ഉപ്പും പുളിയും എല്ലാം അതിൽ പിടിച്ചു കഴിഞ്ഞു. ഈ ടൈമിൽ നമുക്ക് കണ്ടോ, ഞാൻ നല്ലതുപോലെ ഫൈനായിട്ട് അരച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെച്ചിരിക്കുന്ന ആ വറുത്ത തേങ്ങാക്കൂട്ടിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നോക്കുക കേട്ടോ, കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. ഉപ്പ് നോക്കുക, എരിവ് നോക്കുക, ഓക്കെ. പുളി നോക്കുക, പുളി കൂടാൻ പാടില്ല കേട്ടോ. പുളി ഒരു കറക്റ്റ് ഒരു ഇതിൽ നിന്നാൽ മാത്രമേ ഈ തീയലുകൾക്കൊക്കെ ടേസ്റ്റ് വരും. പുളി അല്പം കൂടി നിന്നാലുണ്ടല്ലോ നമ്മുടെ തീയലിൻ്റെ ടേസ്റ്റേ പോകും. അതുകൊണ്ട് പുളി ഇടുമ്പോഴത്തേക്ക് എപ്പോഴും സൂക്ഷിക്കുക. ഇന്ന് ഞാൻ ഇത്ര കറിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളി നമ്മൾ ആദ്യം കുറച്ച് ഉപയോഗിച്ചാലും പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, അത് ഓപ്ഷണലാണല്ലോ, അതിന് പരിഹാരം ഉണ്ടല്ലോ. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതാ പുളി ഇടുന്നത് സൂക്ഷിക്കുക, ഓക്കെ. ഇനി കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് തീയൽ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് പാവയ്ക്ക കൂടി ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി, എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇന്നൊരു മീൻ കറി വയ്ക്കുക. അപ്പോഴെന്തായാലും ഒന്ന് കുശാലായി കഴിക്കാം എന്ന് കരുതി. ഇതെല്ലാം സാധാരണ മുമ്പ് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ഡിഷുകളായിരുന്നു കേട്ടോ. ഇപ്പോഴും കുറച്ച് നാളുകൊണ്ട് ഇതെല്ലാം കുറവായി പോയത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് കുറച്ച് പാവയ്ക്കയും കൂടി പൊരിക്കാം. കുറച്ച് 3-4 മീൻ, ചെങ്കലവ എന്ന് പറഞ്ഞ റെഡ് കളറിലെ മീനില്ലേ, അത് ഫ്രൈ ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടെ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഫുഡ് പോലെ ഇന്നത്തെ ലഞ്ച് കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി സ്വല്പം മുളക് പൊടി, കുറച്ച് മസാല ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. പാവയ്ക്ക ഫ്രൈയിലേക്ക് നമുക്ക് കുറച്ച് മസാലയുടെ ആവശ്യമേ ഉള്ളൂ. സ്ലൈസ് ഏറ്റവും നേർത്തണ്ട തിന്നായിട്ട് വേണം അത് അരിയാനുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ്, ഞാൻ എന്തോ ചെയ്യും സ്വല്പം അരിപ്പൊടിയും കോൺഫ്ലോറും കൂടി ഇതിൽ ആഡ് ചെയ്യും. ഇത് എന്തെങ്കിലും ഒരു സംഭവം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. സംഭവം നല്ലതായിരിക്കും കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് അരിപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, ഓക്കെ. ഇനി നമുക്ക് ഫ്രൈയിങ് പ്രോസസ്സിങ്ങിൽ കാണിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ ലെങ്തി ആയി പോകും. ഇതും കാണാൻ നല്ല രസമല്ലേ. പച്ചപ്പുകൾ എനിക്കൊരു അഡിക്ഷനാണ്. പാവക്കയിൽ ആ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ അതിനെ ഞവിടി ചേർക്കണം കേട്ടോ. ആ കൂട്ടിനെ എല്ലാം കൂടി ഇത്ര മസാല വേണ്ടി വരും കേട്ടോ, ഓവർ മസാലയുടെ ആവശ്യമില്ല, ഓക്കെ. അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ പാവയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരാൾ കിടക്കുകയാണ്, ഓക്കെ. ഇതാണ് ആൾ തിളച്ച് എണ്ണ തിളച്ച് കിടക്കുമായിരുന്നു. ഇതിലേക്ക് നമുക്ക് 2 പോർഷനായിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതും ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം കുറച്ച് കളർ ഫെയ്ഡ് ആകുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം, ഓക്കെ. ഇപ്പം നമ്മുടെ പാവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനേക്കാൾ ഫ്രൈ ആവണ്ട കേട്ടോ, ഇതാണ് കറക്റ്റ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്കതിനെ ഒന്ന് കോരിയെടുക്കാം. ഓക്കെ, നമ്മുടെ ഫിഷ് ഫ്രൈയും ഒരു സൈഡ് കുക്കായി കഴിഞ്ഞു, കുക്കല്ല ഫ്രൈ ആയി കഴിഞ്ഞു. അടുത്ത സൈഡ് കുറച്ചുകൂടി ആയാൽ കുക്കാവും. അതേസമയം നമ്മുടെ തീയൽ ലാസ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. കറക്റ്റ് പുളി, എരിവ് എല്ലാം ആണ്. ഞാൻ 2 പച്ചമുളകും കൂടി ഇതിനിടയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത്തിരി എരിവ് കുറഞ്ഞു തോന്നിയതുകൊണ്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പച്ചമുളകായിട്ട് കൊടുത്തത്. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഞാൻ ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റേജ് കാണിച്ചു തരാം, ഓക്കെ. അപ്പോൾ നമ്മുടെ തീയൽ കണ്ടോ കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവാട്ടോ. നല്ലതുപോലെ കുറഞ്ഞ സിമ്മിൽ കിടന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു.
ഇതിലുള്ള വെണ്ടയ്ക്ക, വഴുതനങ്ങ, പടവലങ്ങ ഒക്കെ കഴിക്കാനുണ്ടല്ലോ നമുക്ക് ഭയങ്കര. ഇത് ഈ ഒരു കറി മാത്രം മതി, സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു കറി മാത്രം മതി നമുക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പം നിങ്ങൾക്കെല്ലാം കൂടി സെറ്റ് ചെയ്തൊന്ന് കാണിക്കാം. ഇത് ഭയങ്കര ഒരു എന്തോന്നാണ്, ഒരു മാച്ച് ചെയ്യുന്ന കുറേ ഡിഷസ് ആണ് നമുക്ക് ലഞ്ചിന്. ഓക്കെ, മനസ്സിന്റെ ഒരു ഓർഡറിൽ കുക്ക് ചെയ്ത ലഞ്ച് റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ കൊഞ്ചുതീയൽ. നല്ല മണമുണ്ട് കേട്ടോ, സൂപ്പറാ സംഭവം, അവർക്ക് ഇടുക്കാച്ച സംഭവം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാ കപ്പ. പിന്നെ ഞാൻ കുറച്ച് പുളിശ്ശേരിയും കൂടെ ആക്കി. പിന്നെ ഫിഷ് ഫ്രൈ, പപ്പടം, നമ്മുടെ പാവയ്ക്ക ഫ്രൈ, അതിൻ്റെ കൂടെ നമ്മുടെ കുത്തനരിയുടെ ചോറ്. ബെസ്റ്റ് കോമ്പിനേഷനാ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കപ്പയുടെയും കറിയുടെയും കൂടി ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇങ്ങനെ എടുക്കുക. ഓക്കെ, അത് എപ്പോഴും എടുക്കുമ്പോഴും ഞാൻ ചൂടായി. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ മീൻകറി കഴിച്ചപ്പോഴത്തേക്ക് ഏതൊരു ടേസ്റ്റ് പോലെ തോന്നുന്നു. ഒത്തിരി നാളായില്ലേ മീൻകറി കൂട്ടിയിട്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊഞ്ചും കപ്പയും ഈ ഡിഷസ് എല്ലാം കൂടെ ചേർന്ന ഒരു ലഞ്ച് കോംബോ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് അഭിപ്രായം പറയാം പ്ലീസ്. അപ്പോൾ തൽക്കാലം എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും.